എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അല്ലൂരി സീതാരാമരാജുവിനെ കുറിച്ചിട്ടാണ്. നാഷണലിസം ഇൻ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്നത്. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ റെവല്യൂഷണറി ഫ്രീഡം ഫൈറ്ററാണ്. റാംപ റെബേലിയനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്ത സമരം എന്ന് പറയുന്നത്. ട്രൈബൽസിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര് മാന്യവീരുഡു എന്നാണ്. മാന്യവീരുഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ഓഫ് ദി ജംഗിൾ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് ഒരുപാട് സൂപ്പർ പവേഴ്സൊക്കെ ഉണ്ടെന്നായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതായത് ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ, ട്രൈബൽ മെഡിസിൻ, അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നോളജ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മദ്രാസ് ഫോറസ്റ്റ് ആക്ടിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഗറില്ല അറ്റാക്കുകൾ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഗറില്ല അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് 10,000 ബൗണ്ടിയാണ് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചത്. അത് അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് 10,000 ബൗണ്ടിയാണ് അന്നത്തെ കാലത്ത് പ്രഖ്യാപിച്ചത്. മെയ് 7, 1924 അദ്ദേഹത്തിനെ ക്യാപ്ചർ ചെയ്യുകയും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തതെന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ട്രൈബൽസിൻ്റെ ഇടയിലെ ഒരു ഫോക്ലോർ ഹീറോ ആണ് ഇപ്പോഴും അല്ലൂരി സീതാരാമരാജു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് രാജമൗലി RRR എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് രാംചരൻ്റെ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. രാംചരൻ്റെ ക്യാരക്ടറിന് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുന്നത് അല്ലൂരി സീതാരാമരാജുവിൻ്റെ റിയൽ ലൈഫിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഇതുവരെ ബൈ ബൈ.